പശ്ചിമേഷ്യയിൽ തുടരുന്ന വംശഹത്യയ്ക്കും സൈനിക അധിനിവേശത്തിനുമെതിരെയുള്ള ജനരോഷം യൂറോപ്യൻ രാജ്യങ്ങളുടെ ഹൃദയഭൂമിയിലേക്ക് ആഞ്ഞടിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ലോകം സാക്ഷ്യം വഹിക്കുന്നത്. ഇസ്രയേലിന്റെ ക്രൂരമായ സൈനിക നടപടികൾക്കെതിരെ ഇറ്റലിയുടെ തലസ്ഥാനമായ റോമിൽ ജനങ്ങൾ കൂട്ടത്തോടെ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. ഗസയിൽ നിരപരാധികളായ മനുഷ്യർ അനുഭവിക്കുന്ന സമാനതകളില്ലാത്ത ദുരിതങ്ങളോട് സ്വന്തം ഭരണകൂടം പുലർത്തുന്ന നിശബ്ദത ഭേദിക്കാൻ ജനങ്ങൾ പ്രക്ഷോഭത്തിന്റെ പാത സ്വീകരിച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇറ്റാലിയൻ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന പ്രകടനങ്ങളാണ് ഇപ്പോൾ റോമിൽ അരങ്ങേറുന്നത്. പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പതിനായിരക്കണക്കിന് ആളുകളാണ് റോമിലെ ചരിത്രപ്രസിദ്ധമായ ചത്തുരങ്ങളിൽ ഒത്തുകൂടിയിരിക്കുന്നത്. ഇസ്രയേലുമായുള്ള എല്ലാവിധ നയതന്ത്ര സാമ്പത്തിക ബന്ധങ്ങളും ഇറ്റലി അടിയന്തരമായി വിച്ഛേദിക്കണമെന്നാണ് പ്രക്ഷോഭകരുടെ പ്രധാന ആവശ്യം. യുദ്ധം തുടങ്ങി ഇത്രയും നാളായിട്ടും ഇസ്രയേലിനെതിരെ ശക്തമായ നിലപാടെടുക്കാൻ ഇറ്റാലിയൻ സർക്കാർ തയ്യാറാകാത്തതിലുള്ള കടുത്ത അമർഷമാണ് തെരുവുകളിൽ പുകയുന്നത്. കുട്ടികളും മുതിർന്നവരും അടങ്ങുന്ന വൻ ജനക്കൂട്ടം ഭരണകൂടത്തിനെതിരെ കടുത്ത മുദ്രാവാക്യങ്ങളുമായി മുന്നോട്ട് വന്നു. റോമിന്റെ ഭരണകേന്ദ്രത്തിനു മുന്നിലാണ് പ്രതിഷേധത്തിന്റെ ഏറ്റവും ശക്തമായ മുഖം ദൃശ്യമായത്. ആയിരക്കണക്കിന് പലസ്തീൻ പതാകകൾ വായുവിൽ വീശിക്കൊണ്ട് പ്രക്ഷോഭകർ ആ പ്രദേശം മുഴുവൻ ചുവപ്പ്, കറുപ്പ്, വെള്ള, പച്ച നിറങ്ങളായി മൂടി. ചരിത്രപ്രസിദ്ധമായ ഈ നഗരചത്തുരത്തിൽ ഉയർന്നുകേട്ട ഫ്രീ പലസ്തീൻ എന്ന മുദ്രാവാക്യം ഇറ്റാലിയൻ പാർലമെന്റിന്റെ ഇടനാഴികളെ പോലും പ്രകമ്പനം കൊള്ളിക്കുന്നതായിരുന്നു. സമാധാന പ്രേമികളായ റോമിലെ ജനങ്ങൾ തങ്ങളുടെ പ്രതിഷേധം എത്രത്തോളം ശക്തമാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. ഗസയിലെ ജനങ്ങളുടെ ചോരക്കറയിൽ ഇറ്റാലിയൻ ഭരണകൂടത്തിനും പങ്കുണ്ടെന്നാണ് സമരക്കാർ പരസ്യമായി ആരോപിക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി ഇസ്രയേൽ നടത്തുന്ന നരനായാട്ടിന് നേരെ ഇറ്റലി കണ്ണടയ്ക്കുന്നത് വൻ അപരാധമാണെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഗസയിൽ കുഞ്ഞുങ്ങളും സ്ത്രീകളും പട്ടിണി കിടന്നും ബോംബാക്രമണത്തിലും മരിച്ചു വീഴുമ്പോൾ ഇറ്റലി പുലർത്തുന്ന നിശബ്ദത കുറ്റകരമായ പങ്കാളിത്തമാണെന്നാണ് പ്രക്ഷോഭകരുടെ വാദം. ഈ നിശബ്ദത അവസാനിപ്പിച്ച് ഇസ്രയേലിനെ യുദ്ധക്കുറ്റവാളിയായി പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് അവർ ആവശ്യപ്പെട്ടു. വെറുമൊരു പ്രതിഷേധ പ്രകടനത്തിനപ്പുറം ഇസ്രയേലുമായി രാജ്യം പുലർത്തുന്ന ബന്ധത്തിന്റെ എല്ലാ മേഖലകളെയും ലക്ഷ്യമിട്ടാണ് റോമിലെ ജനങ്ങൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇസ്രയേലുമായുള്ള രാഷ്ട്രീയവും നയതന്ത്രപരവുമായ എല്ലാ ചർച്ചകളും അവസാനിപ്പിക്കണമെന്ന് അവർ ഇറ്റാലിയൻ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ ബന്ധങ്ങൾ തുടരുന്നത് ഇസ്രയേലിന്റെ അധിനിവേശത്തിന് നൽകുന്ന പരോക്ഷമായ അംഗീകാരമായി മാറുമെന്നാണ് ജനങ്ങൾ ഭയപ്പെടുന്നത്. അതിനാൽ നയതന്ത്ര പ്രതിനിധികളെ തിരിച്ചു വിളിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. സാമ്പത്തിക രംഗത്തും ഇസ്രയേലിനെ പൂർണ്ണമായി ഒറ്റപ്പെടുത്തണമെന്ന മുദ്രാവാക്യമാണ് ഇറ്റലിയിൽ ഉയരുന്നത്. ഇസ്രയേലിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി പൂർണ്ണമായും നിരോധിക്കണമെന്നും അവിടുത്തെ കമ്പനികളുമായി ഇറ്റാലിയൻ ബിസിനസ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ കരാറുകളും റദ്ദാക്കണമെന്നും പ്രക്ഷോഭകർ ആവശ്യപ്പെടുന്നു. യുദ്ധത്തിനായി പണം കണ്ടെത്തുന്ന ഇസ്രയേലിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെ തകർക്കാൻ ഇത്തരം ബഹിഷ്കരണങ്ങൾ അനിവാര്യമാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിലെ സഹകരണവും ഇതോടെ ഇല്ലാതാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. ഏറ്റവും നിർണായകമായി സമരക്കാർ ഉന്നയിക്കുന്നത് സൈനിക ബന്ധങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ്. ഇസ്രായേലിലേക്ക് ഇറ്റലി നടത്തുന്ന ആയുധ കയറ്റുമതിയും സൈനിക സാങ്കേതിക വിദ്യകളുടെ കൈമാറ്റവും പൂർണ്ണമായി നിർത്തലാക്കണം. തങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ആയുധങ്ങൾ ഗസയിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലാൻ ഉപയോഗിക്കുന്നത് ഇറ്റലിയിലെ ജനങ്ങൾക്ക് സഹിക്കാനാവുന്നതല്ല. ഇസ്രയേലിന് നൽകുന്ന സൈനിക പിന്തുണ അവസാനിപ്പിക്കുന്നതുവരെ തങ്ങൾ തെരുവ് വിട്ടു പോകില്ലെന്ന കർശന നിലപാടിലാണ് സമരക്കാർ. പ്രതിഷേധത്തിന് മാറ്റുകൂട്ടുന്നതിനായി വേറിട്ടതും ഹൃദയഭേദകവുമായ സമരമുറകളാണ് റോമിലെ തെരുവുകളിൽ അരങ്ങേറുന്നത്. ഇതിലേറ്റവും ശ്രദ്ധേയമായത് പ്രതിഷേധക്കാർ സംഘടിപ്പിച്ച ഫ്ലാഷ് മോബുകളായിരുന്നു. ഇസ്രയേലിന്റെ കടുത്ത ബോംബാക്രമണങ്ങളിൽ ഗസയിലെ സാധാരണക്കാർ മരിച്ചു വീഴുന്ന ദയനീയ ദൃശ്യങ്ങൾ അവർ തെരുവിൽ പുനരാവിഷ്കരിച്ചു. ചോരയൊലിക്കുന്ന വസ്ത്രങ്ങളെഞ്ഞും തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ജീവനറ്റ് കിടക്കുന്ന കുട്ടികളുടെ രൂപങ്ങൾ കൈകളിലേന്തിയും പ്രക്ഷോഭകർ റോമിലെ വഴിയാത്രക്കാരുടെ കണ്ണു തുറപ്പിച്ചു. ഈ തത്സമയ ആവിഷ്കാരങ്ങൾ റോം നഗരത്തിൽ വലിയ ചലനമാണ് ഉണ്ടാക്കിയത്. ഗസയിലെ യഥാർത്ഥ ദുരന്തത്തിന്റെ വ്യാപ്തി പാശ്ചാത്യ ജനതയ്ക്ക് മുന്നിൽ നേരിട്ടെത്തിക്കാൻ ഈ ഫ്ലാഷ് മോബുകൾക്ക് കഴിഞ്ഞു. യുദ്ധത്തിന്റെ ഭീകരത നേരിട്ട് കണ്ട പല വിദേശ വിനോദസഞ്ചാരികളും റോമിലെ ജനങ്ങളും കണ്ണീരോടെയാണ് ഈ കാഴ്ചകൾ നോക്കി നിന്നത്.
മാധ്യമങ്ങൾ മറച്ചുവെക്കുന്ന ഗസയിലെ യാഥാർത്ഥ്യങ്ങൾ സ്വന്തം ശരീരത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുകയായിരുന്നു ഈ പ്രക്ഷോഭകർ. ഇതോടൊപ്പം തന്നെ ഇസ്രയേൽ അനുകൂല കമ്പനികളെയും ബ്രാൻഡുകളെയും ആഗോളതലത്തിൽ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനവും റോമിലെ തെരുവുകളിൽ ശക്തമായി ഉയർന്നു. ഇസ്രയേലിന് സാമ്പത്തികമായി സഹായം നൽകുന്ന മൾട്ടിനാഷണൽ ബ്രാൻഡുകളുടെ പട്ടികയടങ്ങിയ ലഘുലേഖകൾ പ്രക്ഷോഭകർ ജനങ്ങൾക്ക് വിതരണം ചെയ്തു. ഇത്തരം കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് വഴി നമ്മളും ആ കൂട്ടക്കൊലയിൽ പങ്കാളികളാവുകയാണെന്ന് അവർ ജനങ്ങളെ ബോധ്യപ്പെടുത്തി. റോമിലെ പ്രമുഖ കച്ചവട കേന്ദ്രങ്ങൾക്ക് മുന്നിലും ഇത്തരം ബഹിഷ്കരണ ആഹ്വാനങ്ങൾ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. ഈ വൻ ജനമുന്നേറ്റം ഇറ്റാലിയൻ സർക്കാരിനെ കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുന്നത്. നാറ്റോ സഖ്യകക്ഷിയായ ഇറ്റലിക്ക് അമേരിക്കയുടെയും മറ്റ് യൂറോപ്യൻ ശക്തികളുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി ഇസ്രയേലിനെ പിന്തുണയ്ക്കേണ്ടി വരുന്നുണ്ട്. എന്നാൽ രാജ്യത്തിനകത്ത് ജനങ്ങൾ ഭരണകൂടത്തിന്റെ ഈ ഇരട്ടത്താപ്പിനെതിരെ തിരിഞ്ഞതോടെ ഇറ്റാലിയൻ രാഷ്ട്രീയ നേതൃത്വം പ്രതിരോധത്തിലായിരിക്കുകയാണ്. ജനവികാരം അവഗണിച്ചുകൊണ്ട് മുന്നോട്ടു പോകാമെന്നത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടിയാകുമെന്ന് അവർ ഭയപ്പെടുന്നു. റോമിൽ ആരംഭിച്ച ഈ പ്രതിഷേധം ഇറ്റലിയിലെ മറ്റു പ്രമുഖ നഗരങ്ങളിലേക്കും അതിവേഗം പടരുകയാണ്. മിലാൻ, ഫ്ലോറൻസ്, നേപ്പിൾസ് തുടങ്ങിയ നഗരങ്ങളിലും സമാനമായ രീതിയിൽ വിദ്യാർത്ഥികളും മനുഷ്യാവകാശ പ്രവർത്തകരും തെരുവിലിറങ്ങി കഴിഞ്ഞു. ഇറ്റലിയിലെ സർവകലാശാലകളിൽ ഇസ്രയേലി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധം വിച്ഛേദിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകൾ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങളാണ് നടത്തുന്നത്. ഇത് ഇറ്റലിയിലെങ്ങും ഒരു വലിയ ജനകീയ വിപ്ലവത്തിന് വഴി തുറന്നിരിക്കുകയാണ്. യൂറോപ്യൻ യൂണിയനിൽ ഇസ്രായേലിനോട് മൃദു സമീപനം പുലർത്തുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇറ്റലി എന്നതിനാൽ തന്നെ ഈ ജനകീയ പ്രക്ഷോഭത്തിന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. സ്വന്തം രാജ്യത്തെ ജനങ്ങൾ തന്നെ ഇസ്രായേലിനെതിരെ തിരിയുമ്പോൾ അത് യൂറോപ്യൻ യൂണിയന്റെ പൊതുവായ നയങ്ങളെ ബാധിച്ചേക്കാം. ഇസ്രായേലിന് അന്താരാഷ്ട്ര തലത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പരോക്ഷ പിന്തുണയുടെ അടിത്തറ ഇളകുന്നതിന്റെ സൂചനയാണിത്. അടിച്ചമർത്തലുകൾക്കും അന്താരാഷ്ട്ര നയതന്ത്ര ചതുരംഗങ്ങൾക്കും മുകളിലാണ് മനുഷ്യത്വത്തിന്റെ ശക്തിയെന്ന് റോമിലെ ജനങ്ങൾ തെളിയിക്കുകയാണ്. അധികാരികൾ മൂടിവെക്കാൻ ശ്രമിക്കുന്ന യുദ്ധക്കുറ്റങ്ങൾ തെരുവിൽ വിചാരണ ചെയ്യപ്പെടുന്ന കാഴ്ചയാണ് കാംപിഡോഗ്ലിയോയിൽ കാണുന്നത്. ഗസയിൽ സമാധാനം പുലരുന്നതുവരെയും ഫലസ്തീൻ ജനതയ്ക്ക് നീതി ലഭിക്കുന്നതുവരെയും തങ്ങളുടെ സമരം തുടരുമെന്ന പ്രഖ്യാപനത്തോടെയാണ് റോമിലെ ജനങ്ങൾ മുന്നോട്ടു പോകുന്നത്. റോമിലെ ഈ വൻ ജനരോഷം ഇറ്റാലിയൻ ഭരണകൂടത്തിന് നൽകുന്നത് ശക്തമായ മുന്നറിയിപ്പാണ്. ഇസ്രയേലിന്റെ ക്രൂരതകൾക്ക് കൂട്ടുനിൽക്കുന്ന നയം മാറ്റാൻ സർക്കാർ നിർബന്ധിതരാകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ലോകത്തിന്റെ ഏതു കോണിലായാലും അടിച്ചമർത്തപ്പെടുന്നവർക്കായി ശബ്ദമുയർത്താൻ ജനങ്ങൾ തയ്യാറാകുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമായി റോമിലെ ഈ പലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും.